ഡെവിൽ ലവ് ഭാഗം 24. അവളൊന്ന് ഓക്കെയായതും അവൻ അവളുടെ നെറുകിലൊരു മുത്തം നൽകി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളുടെ മുഖം പതിയെ പിടിച്ചുയർത്തി. അവളുടെ മുഖമെല്ലാം ചുവന്നിരുന്നു. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഇഷുവിൻ്റെ കേബിൻ തുറന്നു വന്ന ദേവ് കാണുന്നത് അർജുൻ്റെ മടിയിലിരിക്കുന്ന ഇഷുവിനെയാണ്. ദേവ് ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. ഇഷു ദേവുവിനെ കണ്ട് വിളറി വെളുത്തു. പെട്ടെന്ന് അർജുനിൽ നിന്ന് എഴുന്നേറ്റ് മാറി. അർജുൻ അവളെ നോക്കാതെ പുറത്തു പോയി. എടി, എന്തൊക്കെയാ ഇത്? ദേവ് ഇഷുവിനോട് ചോദിച്ചു. അവൾ എല്ലാം പറയാം, ഫ്ലാറ്റിൽ വാ എന്ന് പറഞ്ഞു. അന്ന് പതിവ് പോലെ എല്ലാവരും ഫ്ലാറ്റിൽ ബാൽക്കണിയിൽ കൂടി. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ കിളി പോയ പോലെ ഗായുവും ദേവും കിച്ചണിൽ ഇഷു നിന്നു. പിന്നെ ഇഷുവിന് കുറേ ട്രോളി. ദിവസങ്ങൾ കടന്നുപോയി. ഗായുവിൻ്റെ എൻഗേജ്മെൻറ്റിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഗായു ഇന്നലെ നാട്ടിൽ പോയി. അർജുൻ അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു ഇഷാനിക്കും തന്നെ ഇഷ്ടമാണ് എന്ന്. കുടുംബക്കാർക്ക് അവളെ മുന്നേ ഇഷ്ടമായതുകൊണ്ട് ആർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. മുത്തശ്ശി ഇഷാനിയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അവർക്കും എതിരഭിപ്രായമില്ല. എങ്കിലും ഗായുവിൻ്റെയും നീരജിൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇഷുവിൻ്റെ വീട്ടിൽ മുറ പോലെ പെണ്ണ് ചോദിക്കാൻ എല്ലാവരും പോകും. അതുകൊണ്ട് ഇഷു ഗായുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഇഷുവിൻ്റെ വിനയും ദേവുവിനെയും കൂട്ടി കോഴിക്കോട് പോകും. കിച്ചുവും ഗായും പിറ്റേന്ന് ഒബ്രോയ് കുടുംബത്തോടൊപ്പമാണ് കോഴിക്കോട്ടേക്ക് തിരിക്കുന്നത്. അന്ന് ഓഫീസിൽ നിന്ന് വന്ന് എല്ലാവരും കൊച്ചിയിൽ പോകാനുള്ള ബാഗ് പാക്കിങ്ങിലാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും ഗായുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ അവർ ഗായുവിൻ്റെ വീട്ടിലെത്തി. അർജുൻ്റെ കുടുംബം കൊച്ചിയിൽ ഒരു റിസോർട്ടിലായിരുന്നു താമസം. എൻഗേജ്മെൻറ്റ് ഹാളിൽ വെച്ചിട്ടാണ്. എല്ലാവരും ഗായുവിൻ്റെ റൂമിലിരുന്ന് അവളെ കളിയാക്കി വിറപ്പിക്കുകയാണ്. പിന്നെ വൈകുന്നേരത്തോടെ അതിഥികൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ബന്ധുക്കൾ ചിലർ അവിടെ ഇരുന്ന് വിശേഷങ്ങൾ പറയുന്നു. കാരണവർ പുറത്ത് ചർച്ചയോടെ ചർച്ച. കുട്ടികൾ പറമ്പിൽ ഓടി കളിക്കുന്നു. ഇതിലൊന്നും പെടാതെ ഗീതാഞ്ജലി ഫോണുമായി സെൽഫി എടുത്ത് കൂട്ടുന്നു. ഗൗരി അവളുടെ കസിൻസിൻ്റെ കൂടെ നടക്കുന്നു. ഇഷുവാണ് ഗായുവിന് മെഹന്തിട്ട് കൊടുക്കുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. ഇഷുവും ദേവും കിച്ചുവും രേഷും ചേർന്ന് ഗായുവിനെ നല്ലപോലെ ഒരുക്കി. അവൾ ഒരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. ബാക്കി ഇഷുവിൻ്റെയും ക്രീം കളർ ചുരിദാറാണ്, സെയിം പാറ്റേൺ. യാത്രയിൽ നിരഞ്ജിൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ അവൾ അതുമായി ബാൽക്കണിയിൽ പോയി. എല്ലാവരും അവളെ കളിയാക്കി. അവൾ അവരെ കൂർപ്പിച്ച് നോക്കി. ഫോൺ വിളി കഴിഞ്ഞതും പിന്നെ അവിടെ പാട്ടും ഡാൻസുമായി അടിച്ചു പൊളിച്ചു. ഭക്ഷണം കഴിച്ചു വന്നവർ കുറച്ച് പേർ പോയി തുടങ്ങി. ബാക്കിയുള്ളവർ കിടക്കാൻ തയ്യാറായി. 11 മണിക്കാണ് മോതിരം മാറ്റത്തിന് സമയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ കിടന്നു. പക്ഷേ ഇഷുവിന് ഉറക്കം വന്നില്ല. അർജുൻ്റെ കോൾ ഇതുവരെ വന്നില്ല. ഇപ്പോൾ എന്നും അവനോട് സംസാരിച്ചാണ് അവൾ ഉറങ്ങാറ്, അതും വീഡിയോ കോൾ. ആ കോൾ നോക്കി തന്നെ കിടന്ന് ഉറങ്ങും. പിന്നെ രാവിലെയാണ് ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നത്. അവൾ ഓർത്തു, ഇന്ന് ഈ സമയം വരെ അവൻ വിളിച്ചിട്ടില്ല, തിരക്കിലാവും. അങ്ങനെ എന്തെല്ലാം ചിന്തിച്ചു. അപ്പോഴാണ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ആരാ നോക്കുമ്പോൾ അർജുനാണ്. ഉറങ്ങിയോ? ഇല്ല എന്ന് പറഞ്ഞ് അവൾ റിപ്ലൈ കൊടുത്തു. എങ്ങനെയുണ്ട് പരിപാടി? അവൻ ചോദിച്ചു. ഇവിടെ നല്ല രസമുണ്ട്, എല്ലാവരും കൊണ്ട് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു, അവൾ മറുപടി പറഞ്ഞു. അവിടെ എന്തായി? അവൾ ടൈപ്പ് ചെയ്തു. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ. എന്താ പണി? അവൻ ചോദിച്ചു. ഇവിടെ എല്ലാവരും കിടക്കാൻ വന്നിരിക്കുക, നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ. ഗായന അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവളെ ഒരുക്കാൻ 7 മണിയാകുമ്പോൾ വരും ഓഡിറ്റോറിയത്തിൽ. ഞങ്ങൾ അതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം. എങ്കിൽ കിടന്നു, നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ. ഞാൻ നിന്നെ വിളിക്കുന്നില്ല, നിൻ്റെ കൂടെ അവരൊക്കെ ഇല്ലേ. അവൾ അത് വായിച്ചു. എന്നാൽ ശരി, നാളെ കാണാം. നാളെ നന്നായി ഒരുങ്ങി വരണം കേട്ടോ. ഐ ലവ് യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അവനതും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് നിർത്തി. ലവ് യു ടു, ഗുഡ് നൈറ്റ് അവളും പറഞ്ഞു. പിന്നെ ഫോൺ ഓഫാക്കി ടേബിളിൽ വെച്ച് കിടക്കാൻ നോക്കുമ്പോഴാണ് കഴിഞ്ഞോ എന്ന ചോദ്യം. ഇതാരപ്പ എന്ന പോലെ ഇഷു ബെഡിലേക്ക് നോക്കി. അവിടെ ഗായു കണ്ണും തുറന്ന് കിടക്കുന്നു. മുഖത്തൊരു കള്ളച്ചിരിയുണ്ട്. നീ ഉറങ്ങിയില്ലേ? അവളൊരു ചമ്മലോടെ ചോദിച്ചു. ഞാൻ ഉറങ്ങിയ ഇപ്പം ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുമോ? ഓ, ഇനി നിനക്ക് ഉറങ്ങാലോ അല്ലേ, കുറച്ച് നേരമായല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു. അർജുൻ്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റാതായോ നിനക്ക്? ഗായു അവളോട് ചിരിയോടെയും കുസൃതിയോടെയും ചോദിച്ചു. അവൾക്ക് എന്ത് പറയണം എന്നറിയാതെയായി. അപ്പോൾ വിളിയും വർത്താനം പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ഗായു വിഷമത്തോടെ പറഞ്ഞു. ഇതെനിക്ക് അന്നേ അറിയാമായിരുന്നു, അതാ ഞാൻ നിന്നോട് ചോദിച്ചേ, ഡു യു ലവ് അർജുൻ എന്ന്. അപ്പോൾ നീ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല, നിന്നെ രക്ഷിച്ചതിനുള്ള ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന്. എന്നിട്ട് ഞങ്ങളോട് ആരോടും പറയാതെ അൺട്രഗോടെ നീ ലൈൻ വലിച്ചു അല്ലേ? ഇഷുവിന് ചമ്മൽ കൊണ്ടും അവളോട് പറയാൻ മറുപടിയില്ലാത്തത് കാരണം കൊണ്ടും
അവൾ പില്ലോയെടുത്ത് ഗായുവിനെ എറിഞ്ഞു. ഗായു അത് കൈകൊണ്ട് പിടിച്ചു ചിരിച്ചു. അപ്പോഴാണ് ഇഷു ഗായു ഉറങ്ങാത്ത എന്താ ഓർക്കുന്നത്. അല്ല, നീ എന്താ ഉറങ്ങാത്തെ? ഇഷു ഗായുവിനെ നോക്കി പുരികം പൊക്കി ചോദിച്ചു. അത് പിന്നെ എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ, ഉറക്കം വരുന്നില്ല, ഗായു പറഞ്ഞു. ഇഷു അവളെ നോക്കുമ്പോൾ അവൾ നഖം കടിക്കുകയാണ്. എന്തിനാ ടെൻഷൻ? ഇഷു ചോദിച്ചു. നാളത്തെ കാര്യങ്ങൾ ഓർത്ത്. അത് നാളെ നിൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ, അല്ലാതെ കല്യാണമല്ലല്ലോ, ഇഷു പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ പോലെ. ഇഷു അവളെ ചേർത്ത് നിർത്തി. എല്ലാം നല്ലപോലെ നടക്കും, നീ കിടക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നാളെ നിന്നെ കാണാൻ ഒരു ഭംഗി കാണില്ല. പിന്നെ അവർ കിടന്നു. രാവിലെ 5 മണിക്ക് എല്ലാവരും എഴുന്നേറ്റു. ഇഷുവും ഗായും ദേവും കിച്ചുവും. ഇഷുവൊക്കെ ഫ്രഷായി താഴേക്ക് വന്നു. അവിടെ ഗായുവിൻ്റെ അമ്മയും അമ്മായിമാരും അടുക്കളയിൽ എന്തൊക്കെയോ പണികളിലാണ്. അവർക്ക് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ 6 മണിയായിട്ടുണ്ട്. അവർ ചായയും ഉണ്ണിയപ്പവും കഴിച്ചു. പിന്നെ ഗായു എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. അവളുടെ അച്ഛൻ വീൽച്ചെയറിലാണ്. അവൾ അച്ഛൻ്റെ നെഞ്ചിൽ കിടന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ അവളുടെ നെറുകിൽ മുത്തി. പിന്നെ അമ്മ, അമ്മമ്മ, അപ്പച്ചി, അമ്മാവൻ, അച്ഛൻ എല്ലാവരെയും കണ്ട് അനുഗ്രഹം വാങ്ങി. പിന്നെ യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഓഡിറ്റോറിയം എത്തിയതും അവിടെ വെൽക്കം ബോർഡ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വെൽക്കം ടു അവർ എൻഗേജ്മെൻറ്റ് ഗായത്രി നീരജൻ ഒബ്രോയ് എന്നെഴുതിയ ബോർഡാണ്. ഒരു കായൽ ഭാഗമാണ് ഓഡിറ്റോറിയം. അവർ ഉള്ളിൽ കയറി. അവിടെ എത്തിയതും ബ്യൂട്ടീഷ്യൻ ഗായിനെ ഒരുക്കി തുടങ്ങി. ബാക്കിയുള്ളവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. എല്ലാവരും ഒരുങ്ങുമ്പോഴേക്കും അവർക്കുള്ള ഫുഡുമായി വീട്ടിൽ നിന്ന് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അത് കഴിച്ച് ഗായുവിന് ഇഷു ആര് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗായുവിനെ കൊണ്ടുപോയി. ഗായു ഒഴികെ ബാക്കി പെൺപെട ലൈറ്റ് ഗ്രീൻ ചുരിദാറാണ്. എല്ലാവരും ഒരേപോലെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ്റെ വീട്ടുകാർ വന്നു. ഗായുവിൻ്റെ വീട്ടുകാർ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. മുഹൂർത്തം തെറ്റാതിരിക്കാൻ മോതിരം മാറി. പിന്നെ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ അവൾക്ക് വള, മാല അങ്ങനെയുള്ള ഐറ്റംസ് കൊടുത്തു. കുട്ടികൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നൽകി. പിന്നെ ഫോട്ടോ എടുപ്പ്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം. ഇതിൻ്റെ അർജുൻ്റെ വീട്ടുകാർ ഇഷാനിയെ വന്ന് കണ്ട് സംസാരിച്ചു. ഈ സമയം അത്രയും ഇഷുവിൻ്റെ കണ്ണുകൾ അർജുനിലായിരുന്നു. പക്ഷെ അവൻ സുഹൃത്തുക്കൾക്കൊപ്പം ഓരോ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. ഒരിക്കൽ പോലും അവൻ്റെ നോട്ടം തന്നെ നേരെ എത്തുന്നില്ല തോന്നിയപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു പരിഭവം നിറഞ്ഞു. അതേ നിമിഷം ആരും ശ്രദ്ധിക്കാതെ അർജുൻ ഒന്ന് തല ഉയർത്തി അവളെ നോക്കി. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം തമ്മിൽ കോർത്തു. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ആ ചെറിയ പുഞ്ചിരി മാത്രം മതി അവളെല്ലാ പരിഭവങ്ങളും അലിഞ്ഞു പോകാൻ. അവൻ അവളെ നോക്കി കണ്ണടക്കി അടിച്ചു. അവൾ നാണത്തോടെ മുഖം തിരിച്ചു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി കൂടുതൽ മനോഹരമായി. പക്ഷെ അവരെ നോക്കുന്ന രണ്ട് കണ്ണിൽ പക ആളി. അർജുൻ അവളെ നോക്കി സൂപ്പർ എന്ന് കാണിച്ചതും അവൾ മുഖത്ത് ചുവപ്പ് പടർന്നു തുടങ്ങി. അവൻ്റെ ഭാഗത്തു നിന്ന് ഒരനക്കം കാണാതെ ആയതും ഗൗതം അവനെ മുഖമുയർത്തി നോക്കി. അപ്പോഴാണ് അർജുൻ മറ്റെവിടേക്കോ നോക്കി നിൽക്കുന്നത് കാണുന്നത്. അവൻ്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഇഷാനിയെ കാണുന്നത്. ഗൗതം തന്നെ നോക്കുന്നത് കണ്ടതും ഇഷാനി അവിടെ നിന്ന് പോയി. ഇവൾക്കിതെന്ത് പറ്റി? പറഞ്ഞു തിരിഞ്ഞതും തന്നെ നോക്കി നിൽക്കുന്ന ഗൗതമിനെ വിക്രമിനെയാണ് അവൻ കാണുന്നത്. എന്താ? അവർ ചോദിച്ചു. എന്ത്? ഒന്നുമില്ല, അവൻ ഗൗരവം എത്തി പറഞ്ഞു. ഇല്ലെങ്കിൽ രണ്ടും അവനെ വാരുമെന്ന് അവനറിയാം. ഗായുവിൻ്റെ അടുത്ത് നിരഞ്ജൻ്റെ പെങ്ങന്മാരുണ്ട്. അവരെ എല്ലാം അന്ന് പരിചയപ്പെട്ടതായതുകൊണ്ട് അവർ സംസാരത്തിലാണ്. ഇഷുവും ഫ്രണ്ട്സും അവിടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇഷു ഒരു കോൾ വന്നതും അവൾ നടന്നു ഒരു റൂമിൻ്റെ അവിടെ എത്തി. അവിടെ ബഹളമായുള്ള ആളില്ലാത്ത ഭാഗം നോക്കി ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആരോ അവളെ ആ റൂമിലേക്ക് തട്ടിയിടുന്നത്. എന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് പേടിച്ചു. ഗീതാഞ്ജലിയിൽ പുച്ഛം നിറഞ്ഞു. നീ എൻ്റെ അർജുനെ നോക്കും അല്ലേ? അവൻ നിഞ്ചതാണ്. വീഴുമ്പോൾ അവളുടെ ഫോൺ കയ്യിൽ നിന്നും അവിടെ വീണു. അത് ഗീതു കണ്ടില്ല. ആരോ അവിടേക്ക് വരുന്നത് പോലെ തോന്നിയതും അവൾ വെപ്രാളത്തോടെ അവിടെ നിന്ന് ഓടി. ഓടുന്നതിനിടെ അവളുടെ ഷാൾ എന്തിലോ കുടുങ്ങി. ഒട്ടും സമയം കളയാതെ അത് ശക്തിയായി വലിച്ചെടുത്ത് അവൾ വീണ്ടും ഓടി. ആ വലിയ ഷാളിൻ്റെ ഒരു ഭാഗം അവിടെ കുടുങ്ങി കിടന്നു. ആ റൂമിൽ മുഴുവൻ ഇരുട്ടായിരുന്നു. ഇഷാനിക്ക് എന്തോ പേടി തോന്നി. ഭയം കൊണ്ട് അവളുടെ ശരീരം വിയർത്തു. അവൾ വാതിലിൽ മുട്ടി തുടങ്ങി. ഇവിടേക്ക് ഒറ്റയ്ക്ക് വരാൻ തോന്നിയതിൽ അവൾക്ക് ദേഷ്യം തോന്നി. അമ്മയുടെ കോൾ വന്നപ്പോൾ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. പോവാൻ നോക്കുമ്പോഴാണ് ആരോ തന്നെ ഈ റൂമിലേക്ക് തള്ളിയത്. ആരാവും അത്? കുറേ നേരം അങ്ങനെ പോയി. ഇഷാനി കരഞ്ഞു തളർന്നു. വാതിൽ മുട്ടിയിട്ടും ആരും കേൾക്കുന്നില്ല. അർജുൻ കുറേ നേരമായി ഇഷാനിയെ അന്വേഷിക്കുന്നു. എവിടെയും കാണാനില്ല. ഇവളെവിടെ പോയി? അവൻ ചിന്തിച്ചു. അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും അവളെ കാണാനില്ല. എന്തോ അവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു.
അവൻ ആനി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അവൻ അവളെ നോക്കി അവിടെ എല്ലാം നടന്നു. എവിടെയും അവളെ കാണാനില്ല. അപ്പോഴാണ് അവിടെ താഴേക്കുള്ള സ്റ്റെപ്പ് കാണുന്നത്. അവൻ അതുവഴി ഇറങ്ങി താഴെ പോയി. അവിടെയും ആരുമില്ല എന്ന് കണ്ടതും തിരിച്ചു കയറാൻ നിൽക്കുമ്പോഴാണ് ഒന്നുകൂടി അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവിടെ കിടന്ന ഇഷുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ അവിടെ നോക്കിയപ്പോൾ നിലത്ത് ഫോൺ കിടക്കുന്നു. അത് അവൻ കയ്യിലെടുത്തു. ആനി, അവൻ വിളിച്ചു. അവൾക്ക് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആശ്വാസം തോന്നി. അവൾ വാതിലിലേക്ക് നടന്നു. വാതിലിൽ മുട്ടി. അവൻ അത് കേട്ട് അവിടേക്ക് നോക്കി. അവൻ വാതിലിൽ എത്തിയപ്പോൾ വിളിച്ചു. ആനി, നീയാണോ ഈ റൂമിൽ? അവൾ അതേ പറഞ്ഞു. അത് കേട്ടതും അവൻ പറഞ്ഞു, ആനി, നീ ഒന്ന് ഡോറിൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുമോ? അവൾ അവിടെ നിന്ന് മാറി നിന്നു. മാറിയോ? അവൻ ചോദിച്ചു. മാറി, അവളും പറഞ്ഞു. അടുത്ത നിമിഷം അർജുന ആ ഡോർ ചവിട്ടി പൊളിച്ചു ഉള്ളിൽ കയറി. ഭയന്ന് കരഞ്ഞു. കണ്ണുനീര് ഒട്ടിയ മുഖവുമായി തൻ്റെ പ്രാണൻ. കരഞ്ഞതുകൊണ്ട് മുഖത്ത് കണ്ണുനീരിൽ മുടിയെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. ഭയന്ന് അവളുടെ ശരീരം വിറകൊള്ളുന്നുണ്ട്. അവൾ അവനെ കണ്ടതും ഓടി അവനെ ഇറകെ പുണർന്ന് കരഞ്ഞു. അവൻ അവളുടെ മുടിയിൽ തഴുകി ആശ്വസിപ്പിച്ചു. അവൾ ഓക്കെ ആയതും അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണിലെ കരിമഷിയെല്ലാം പടർന്നിട്ടുണ്ട്. അതിനകത്ത് അവൻ്റെ കർച്ചീഫ് വെച്ച് തുടച്ചു കൊടുത്തു. മെല്ലെ, സാവധാനം. അവൾ അവൻ്റെ പ്രവൃത്തിയിൽ കണ്ണ് മാറ്റാതെ നോക്കി. എങ്ങനെ നീ ഇവിടെ എത്തി? അവൻ ചോദിച്ചു. അവളെല്ലാം പറഞ്ഞു. അവൻ്റെ മുഖത്ത് ദേഷ്യം വന്നു. അവൾ അവൻ്റെ കാലുമേൽ കയറി അവൻ്റെ അതരം നുണഞ്ഞു. അവൻ്റെ ദേഷ്യം മാറ്റാൻ ചെയ്തതാണ്, പക്ഷെ അതിൽ അവനൊന്ന് നെട്ടി. അവൾ വീഴാതിരിക്കാൻ അവൻ അവളുടെ അരയിൽ കൈ ചുറ്റി. അവൻ കണ്ണുകൾ അടച്ചു. അവളുടെ ചുംബനം സ്വീകരിച്ചു. ശ്വാസം വിലങ്ങിയതും അവൾ അവനിൽ നിന്ന് മാറാൻ നിന്നപ്പോൾ അതിനെ സമ്മതിക്കാതെ അവൻ അവളെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. പിന്നെയും നീണ്ടു നിന്ന ചുംബനം. രക്തത്തിൻ്റെ രുചി അടഞ്ഞിട്ടും അവൻ അവിടെ നിന്ന് മാറാൻ കഴിഞ്ഞില്ല. അവൻ്റെ കൈ അവളുടെ വലതു മാറിൽ അമർന്നു. പെട്ടെന്ന് ഇഷാനി കണ്ണ് വെട്ടി തുറന്നു. അവനെ തള്ളി മാറ്റി. അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് അവൻ ഓർക്കുന്നത്. അവൻ അവളെ നോക്കി. നാണത്തിൽ ചുവന്ന ആപ്പിൾ പോലെ ആയിട്ടുണ്ട് കണ്ണ്. ആനി, അവൻ അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. അവളുടെ ചുണ്ടിലെ രക്തം തുടച്ചു കൊടുത്തു. പോവാം, ആരോടും ഇപ്പോൾ ഒന്നും പറയണ്ട, അവൻ പറഞ്ഞു. അവൾ തല കുലുക്കി. പിന്നെ പോവാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഗീതുവിൻ്റെ ഷാൾ കുടുങ്ങി കിടക്കുന്നത് കാണുന്നത്. അവൾ നോക്കുന്നത് കണ്ട് അവനും നോക്കി. ഇത് ആരുടെയാണ്? ഇഷു ഓർത്ത് നോക്കി. ഗീതുവിൻ്റെ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ആരാ ഗീതു? അർജുൻ ചോദിച്ചു. ഗാലുവിൻ്റെ സിസ്റ്റർ. അപ്പോഴാണ് അർജുൻ ഓർത്തത് ഇഷാനിയെ ദേഷ്യത്തിൽ നോക്കുന്ന ഗീതുവിനെ ഓർമ്മ വന്നു. ഇഷുവിനെ നോക്കി തിരിയുമ്പോഴാണ് നല്ല ദേഷ്യത്തിൽ ഗീതു അവളെ നോക്കുന്നത് കാണുന്നത്. അവൻ്റെ മുഖം കറുത്തു. ആ സമയം ഇഷാനിയുടെ ചിന്ത ഗീതു എന്തിനത് ചെയ്തതെന്നായിരുന്നു. അർജുൻ അവളെ കൂട്ടി മുന്നോട്ട് നടന്നു. അർജുൻ്റെ കൂടെ വരുന്ന ഇഷുവിനെ ഇഷുവിനെ എല്ലാവരും നോക്കി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പരിപാടി കഴിഞ്ഞു. മുന്നേ പറഞ്ഞതുപോലെ ഇഷുവും ദേവിയും കോഴിക്കോട് പോയി. പിറ്റേന്ന് രാവിലെ അമ്മയുടെ നിർത്താതെ ഉള്ള വിളി കേട്ടാണ് ഇഷു എഴുന്നേൽക്കുന്നത്. സമയം 10 അർജുൻ്റെ കുടുംബം അവളെ കാണാൻ വൈകുന്നേരം എത്തുമെന്നാണ് പറഞ്ഞത്. വൈകുന്നേരത്തോടെ അവർ വന്നു പോയി. അവർക്കെല്ലാം അവളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ആർക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. 2 കൂട്ടരും ജാതകം കൈമാറി. ഗായി വെച്ച് അവരുടെ കൂടെ വന്നിരുന്നു. അങ്ങനെ എല്ലാം നല്ലപോലെ നടന്നു. അവർ ഇറങ്ങി. കൂടെ ഗായും വിച്ചുവും പോയില്ല. അവർ ഇവിടുന്ന് നാളെയാണ് മുംബൈ പോകുന്നത്. നാളെ സാറ്റർഡേ ആണ്. രേഷു ഒഴികെ ബാക്കി ആർക്കും വർക്കില്ല. അതുകൊണ്ട് അവരെല്ലാം ഇന്ന് ഇവിടെ കൂടും. എല്ലാവരും പോയി. രേഷുവിൻ്റെ വീട്ടിലാണ് ഇപ്രാവശ്യം പെൺപട നിൽക്കാൻ തീരുമാനിച്ചത്. അന്ന് വന്നപ്പോൾ ഇഷുവിൻ്റെ വീട്ടിലായിരുന്നല്ലോ. ഇഷു ഒഴികെ ബാക്കി എല്ലാവരും പോയി. രേഷുവിൻ്റെ വീട്ടുകാർ എല്ലാം അവരെ നന്നായി സ്വീകരിച്ചു. പക്ഷെ ഒരുവളുടെ കണ്ണ് അവിടെ പാഞ്ഞു നടന്നു. ആരോ കാണാൻ എന്ന പോലെ. പക്ഷെ തേടിയാളെ കാണാതെയാലും അവളുടെ മുഖം മങ്ങി. ഗായുവിൻ്റെ വീട്ടിൽ റൂമിൽ ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഗീതു. ഫംഗ്ഷനിൽ വെച്ച് അർജുനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം ഇഷാനിലാണ്. അവളും അർജുനെ നോക്കുന്നു. അർജുനോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആരോ പറയുന്നത് കേൾക്കുന്നത്. ആ കൊച്ചിനെ കാണാൻ നല്ല ഐശ്വര്യമുണ്ടല്ലേ? നമ്മുടെ ബിപിൻ ആലോചിച്ചാലോ? നിരഞ്ജൻ്റെ ഭാര്യ ആവാൻ പോകുന്ന കുട്ടിയുടെ ഫ്രണ്ടാണ്. വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ഗായത്രി വഴി ചോദിക്കും. അത് പറ്റില്ല ബിന്ദു. നേരത്തെ ദേവി പറയുന്നത് കേട്ടു. അത് അർജുൻ സ്നേഹിക്കുന്ന കുട്ടിയാണെന്ന്. 2 പേർക്കും പരസ്പരം ഇഷ്ടമാണത്രേ. നാളെ വീട്ടിൽ പോയി ഒഫീഷ്യലായി പെണ്ണ് കാണലാണത്രേ. അത് കേട്ട് ബിന്ദുവിൻ്റെ മുഖം വാടി. നല്ല കുട്ടിയല്ലേ? ബിന്ദു പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പോയി. പക്ഷേ ഇതെല്ലാം കേട്ട ഗീതുവിൽ ദേഷ്യം നിറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അവിടെയും തന്നെ തോൽപ്പിച്ചു. അർജുൻ അവളെ രക്ഷിച്ചു. അവളിൽ പക ആളി കത്തി. ഇല്ല ഇഷാനി, അർജുൻ എൻ്റെയാണ്, അവൾ പുലമ്പി. അങ്ങനെ രാത്രി ഭക്ഷണം കഴിഞ്ഞു.
അപ്പോഴാണ് രഞ്ജന ഗായിനെ തേടി വരുന്നത്. അവൾ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ ഫോൺ വെച്ചു. ഗായൻ്റെ ഓർമ്മകൾ ഇന്നലത്തെ സംഭവങ്ങളിലേക്ക് പോയി. അവൾ കേക്ക് മുഖത്തായത് കഴുകാൻ പോകുമ്പോഴാണ് അർജുനും ഈശാനിയും അവിടെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അത് കണ്ടു അങ്ങോട്ട് പോകണോ വേണ്ടോ എന്ന് ചിന്തിച്ചു. വാഴശ്ശേരിയിലേക്ക് അവർ മറികടന്നേ പോകാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തെ സൈഡിലുള്ള വാഴശ്ശേരിയിൽ പോവാം എന്ന് കരുതി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് വിഷുവിൻ്റെ വാക്ക് കേൾക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, പാവം നിരഞ്ജനേട്ടൻ. നിരഞ്ജനേട്ടൻ്റെയും എൻ്റെ കായിൻ്റെ സ്പെഷ്യൽ ഡേ അല്ലെന്ന്. ഇതൊക്കെ അറിഞ്ഞ പാവം എൻ്റെ കായ് വിഷമിക്കും. ഒരു നിമിഷം തിരിഞ്ഞു നടക്കാൻ പോയ കായിൻ്റെ കാലുകൾ നിശ്ചലമായി. അവൾ ഈശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവളുടെ അനിയത്തിയാണ് എന്നെ ആ റൂമിൽ പൂട്ടിയതെന്ന് അറിഞ്ഞു. അവൾക്കത് സഹിക്കില്ല. കായു ഞെട്ടി. ഒന്നും ചെയ്യരുത് പ്ലീസ്, നമുക്ക് ഈ പ്രാവശ്യം ക്ഷമിക്കാം. ഞാൻ ആദ്യമായി പറയുന്ന കാര്യമാണ് പ്ലീസ്, അവൾ കൊഞ്ചി. അവൻ മൂളി. അവൾ അവൻ്റെ കവിളിൽ മുത്തി. ഇതൊക്കെ ഒരു മറവിൽ നിന്ന് കേട്ട ഗായുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഒപ്പം അവൾക്ക് ഗീതുവിനോട് ദേഷ്യം തോന്നി. ഒരു നിമിഷം ഗായു അവളുടെ കവിളിൽ അടിച്ചു. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഓർമ്മകളിൽ നിന്ന് ഗായു തിരിച്ചു വന്നു. മനഃപൂർവ്വമായിരുന്നു വിഷുവിൻ്റെ മരണത്തിൻ്റെ കാര്യം വീട്ടിൽ പറയാതെ ഇരുന്നത്. തൻ്റെ അമ്മ അംബികയും അനിയത്തി ഗീതാഞ്ജലിയുടെ സ്വഭാവം അവൾക്കറിയാം. ഒരിക്കൽ കോളിലൂടെ ഗൗരി പറഞ്ഞിരുന്നു, എൻ്റെയും നിരഞ്ജൻ്റെ വിവാഹം കഴിഞ്ഞ പിന്നെ അർജുനെ കൊണ്ട് ഗീതുവിനെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞത്. അവൾ കേട്ടു എന്ന്. പക്ഷേ ഗായുവിന് ഉറപ്പാണ്, അർജുൻ ഒരിക്കലും തൻ്റെ അനിയത്തിയെ കിട്ടില്ല. കാരണം അർജുൻ്റെ കണ്ണിൽ ഈശോനോടുള്ള സ്നേഹം ആദ്യം കണ്ടെത്തിയത് ഗായു അല്ല. അപ്പോൾ അവൾക്ക് ഭയം തോന്നി. തൻ്റെ അനിയത്തി ഈശോയുടെ കാര്യം പറഞ്ഞാൽ അവളെ ഉപദ്രവിച്ചാലോ എന്ന്. അവൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്തും ചെയ്യും. അതുകൊണ്ട് അവൾ ഒന്നും പറയാതിരുന്നത്. എന്നിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഗായുവിൻ്റെ കണ്ണ് നിറഞ്ഞു. നേരമായി താഴേക്ക് വരാത്ത ഗായുവിനെ നോക്കാൻ പോയതാണ് കിച്ചു. കാരണം കിച്ചും ഗായും ഒരുമിച്ചാണ് കിടക്കുന്നത്. ദേഷ്യയും മറ്റൊരു റൂമിലാണ്. വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എന്താ പറയുക, പുറത്തെന്തെങ്കിലും വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെന്താ, ഇനി നാളെ മറ്റന്നാളൊക്കെ വീഡിയോസ് ഇടുമെന്ന് എനിക്കറിയില്ല. ഇടാണെങ്കിൽ വോയിസ് കൊടുക്കാൻ പറ്റുമോ അറിയില്ല. കാരണം 1-ാം തീയതിയാണ് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോൻ്റെ എന്താ പറയുക എൻഗേജ്മെൻറ്റ്. അപ്പോൾ 1-ാം തീയതി ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. 1-ാം തീയതിക്ക് ശേഷം ഞാൻ നല്ലപോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പിന്നെ എന്താ പറയുക, സ്റ്റോറിയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും, പൊറുക്കുക. എനിക്കിങ്ങനെയൊക്കെ എഴുതാനേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.